മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗോൾസ് അഥവാ ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു 5 സ്റ്റെപ്സിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ക്ലാരിറ്റി. എന്താണ് ക്ലാരിറ്റി? നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് നമ്മൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ജോബാണ് നമ്മൾക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾക്ക് ആവശ്യം എങ്കിൽ ആ ജോബ് എനിക്ക് ഏത് ജോബാണ് വേണ്ടത്, ഏത് കമ്പനിയിലാണ് വേണ്ടത്, ഏത് സ്ഥലത്താണ് എനിക്ക് ആവശ്യം, എത്ര സാലറിയാണ് എനിക്ക് ആ ജോബിൽ നിന്ന് കിട്ടേണ്ടത് എന്ന ഒരു ക്ലാരിറ്റി ഉള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ ക്ലാരിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ പറഞ്ഞത് ജോബിനെ കുറിച്ചാണ്. എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഏത് ഗോൾസ് തന്നെ ആയിക്കോട്ടെ, ആ ഗോൾസിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ബിലീഫാണ്, വിശ്വാസമാണ്. എനിക്കിത് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ആദ്യം വേണ്ടത്. ഏത് ജോബായിക്കോട്ടെ, ഇതിന് ഞാൻ വർത്താണ്, ഞാനിതിന് അർഹനാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് ആദ്യം വേണ്ടത്. എനിക്ക് ഇന്ന ജോബ് വേണം, പക്ഷെ എനിക്ക് കിട്ടുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എൻ്റെ ഈ ക്വാളിഫിക്കേഷന് എനിക്ക് വലിയ ഇത് കിട്ടാൻ സാധ്യതകളൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഈ ഡൗട്ട്സുകൾ ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ? നമ്മളിൽ നിന്ന് ഈ ഒരു ഗോള് അകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നതെന്നറിയാമോ? അഫർമേഷൻസ്, ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ജോബ് എനിക്ക് ലഭിക്കുന്നതിന് നന്ദി, ലഭിച്ചതിന് നന്ദി എന്നൊക്കെ ഈ ഏത് ലക്ഷ്യമാണോ ആ ലക്ഷ്യത്തിനെ ബേസ് ചെയ്തിട്ട് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിരന്തരം പറയുക എന്നുള്ളതാണ്. സെൽഫ് ടോക്ക് നിരന്തരം നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം വർദ്ധിക്കും. ഈ ജോബിന് ഞാൻ അർഹനാണ്, ഞാൻ വർത്താണ് എന്നൊരു ഫീല് നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ തന്നെ സംശയമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ആ ഒരു ആഗ്രഹം അഥവാ ആ ഒരു ഗോള് അല്ലെങ്കിൽ ആ ഒരു ജോബ് നമ്മൾക്ക് എങ്ങനെയാണ് ലഭിക്കുക? ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്താണ്? വിഷ്വലൈസേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. ഈ ജോബ് നമുക്ക് ലഭിച്ചതായിട്ട് നമ്മൾ അതിനെ ദൃശ്യവത്കരിക്കുക എന്ന് വെച്ചാൽ വിഷ്വലൈസ് ചെയ്യുക. ലഭിച്ചതായിട്ട് ഒരു സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഒരു ഫിലിം പോലെ നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്റ്റോറീനെ കാണാൻ കഴിയുക എന്നുള്ളതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ലഭിക്കുമോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനാണ് ഈ വിഷ്വലൈസേഷൻ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം ഇതാണ്. നാലാമത്തേത് എന്താണെന്നറിയാവോ? ഇൻസ്പയർഡ് ആക്ഷൻ. ആക്ഷനാണ് നാലാമത്തെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ്. നമ്മൾക്ക് ഈ ലഭിക്കേണ്ട ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾക്ക് എടുക്കാൻ കഴിയണം. ആക്ഷൻസ് എടുക്കാതെ ഒരു കാര്യവും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യില്ല. ഒരു ജോബാണെങ്കിൽ അതിനാവശ്യമുള്ള ലെറ്റർ, ഇൻ്റർവ്യൂവിനുള്ള എന്തൊക്കെ പ്രോസസ്സുകളാണോ അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മുടെ റെസ്യൂം തയ്യാറാക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പുറകിൽ ചെയ്യാനുണ്ട്. അത് ചെയ്യുമ്പോഴാണ്, ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നത്. ആക്ഷൻ എടുക്കാതെ ഒരിക്കലും ഒരു കാര്യവും നമ്മുടെ മുന്നിലേക്ക് വരിക എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ആ ഓപ്പർച്യൂണിറ്റീസിനനുസരിച്ച് നമ്മൾ ആക്ഷൻ എടുക്കണം. നമ്മളിവിടെ ക്ലാരിറ്റി ഉണ്ടായി, ബിലീഫായി, അഫർമേഷൻസ് ഒക്കെ പറഞ്ഞു, വിഷ്വലൈസേഷനും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് അത് നമ്മളിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മുടെ മുന്നിലേക്ക് വരാനാണ് ഈ ഒരു 3 പ്രോസസ്സ് ചെയ്യുന്നത്. ആ ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനാവശ്യമുള്ള ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് നാലാമത്തെ പ്രോസസ്സ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ലെറ്റ് ഗോ ചെയ്യാന്നാണ്. ലെറ്റ് ഗോ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിച്ചിട്ട് അത് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക. അത് യൂണിവേഴ്സ് നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരുമെന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മളുടെ നിത്യമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയിൽ ചെയ്തു പോവുക എന്നുള്ളതാണ് ഈ അഞ്ചാമത്തെ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒരു ഗോൾ എടുത്തിട്ട് ഈ ഒരു 5 സ്റ്റെപ്പിലിട്ടിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. റിസൾട്ട് വരും 100%. താങ്ക് യു.